ഇതെന്നാ സംഭവം എന്നറിയോ? ഇപ്പോൾ കിട്ടുന്ന വലിയ ചെമ്മീനാണ്. ആ വലിയ ചെമ്മീൻ്റെ തല നമുക്ക് ഫ്രൈ ആക്കാം. ഓക്കെ, ഫ്രൈ ആക്കുന്നത് കാണിക്കാം. അതിന് വേണ്ടത് നല്ല മുഴുത്ത ചെമ്മീനാട്ടോ. അതിൻ്റെ തല എടുത്ത് ഫ്രൈ ആക്കുക. അതെ, ഓക്കെ. പിന്നെ അതിന് വേണ്ടത് ഒരു വെളുത്തുള്ളി, ഒരു 5 ചുള വെളുത്തുള്ളി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഓക്കെ, ഒരു സവോള ഒന്നും വേണ്ട, ചെറിയ ഒരു പീസ് സവോള, 2 പച്ചമുളക്, പിന്നെ തക്കാളി, ഇത്രയും സാധനം. പിന്നെ ഒരു തണ്ട് കരിയാപ്പില, വേറെ ഒന്നും വേണ്ട, ഒരു തണ്ട് കരിയാപ്പില. ഇത്രയും സാധനം മിക്സിയിലിട്ട് അരയ്ക്കുക. മിക്സിയിലിട്ട് അരച്ചിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. ഞാൻ മിക്സിയിലിട്ട് അരച്ച് ആ ചെമ്മീൻ തല അതേ നല്ല മിക്സാക്കി. അത്രയും സാധനം ഇട്ട് അരച്ച് മിക്സാക്കി. ഇനി നമുക്ക് ഇതിനെ ഓയിലൊഴിച്ച് ഫ്രൈ ചെയ്യാം. ഓയിൽ വെച്ച് ഫ്രൈ ചെയ്യുക. ചെമ്മീൻ്റെ തല ഇനി അതായി കഴിയുമ്പം കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമുക്കതിനെ മറിച്ചിടാം കേട്ടോ. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി കാണിക്കാനൊക്കെ പറ്റാത്ത. സോറി, എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. സോറി, ഞാനിതിനെ തന്നെ ആയതുകൊണ്ടാണ്. ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുക, ഒരു കൈ കൊണ്ട് മറിച്ചിടുക. അതുകൊണ്ടാണ്, ആരും ഒന്നും വിചാരിക്കല്ലേ. സോറി കേട്ടോ. പിന്നെ ഫ്രൈ ആയി കഴിയുമ്പോൾ, ശരിക്കും ഫ്രൈ ആയി മൂത്ത് കഴിയുമ്പം കാണിക്കാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി, നല്ല ഫ്രൈ ആയി. കറുമുറ നമുക്ക് അടിച്ച് തിന്നാം. ആയിക്കോട്ടെ, ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല മുഴുത്ത ചെമ്മീൻ കിട്ടുന്നുണ്ട്. ആ ചെമ്മീൻ്റെ ആ വാലും അതിൻ്റെ മീശയും താടിയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ആ തലയും അതിൻ്റെ ഉള്ളിലത്തെ ആ ശകലം കിട്ടും. ഇത്രയേ ഉള്ളൂ. നല്ല ഫ്രൈ ആക്കിയ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കഴിച്ച് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യും.